എനിക്ക് ഇവർ ലൈവായിട്ട് പറ്റിയൊരു തെറ്റും കൂടെ പറയാം. അതിജീവിത എന്ന വാക്കിനോട് ചേർത്ത് വെച്ച് ഞാനൊരു വാക്ക്, പ്രത്യേകിച്ച് അങ്ങേക്ക് ഇഷ്ടപ്പെടുന്ന സാധനമാണ്. നേരെന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു, അഡ്വക്കേറ്റ് മിനി മാഡം ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് ജയശങ്കർ സാർ ഉണ്ടായിരുന്നു. ചർച്ച നേരെന്ന സിനിമയിൽ ഞാൻ പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഓർഗാനിക് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയലോഗ് പറഞ്ഞു, പ്ലാൻ ചെയ്ത ഡയലോഗുകൾ വേണ്ട. അപ്പോൾ ഞങ്ങൾ ലൈവായിട്ട് ചർച്ച തന്നെ നടത്തി. ഞാൻ അതിജീവിത എന്ന വാക്കിനോട് പ്രാസമുള്ള മറ്റൊരു വാക്ക് പറഞ്ഞു. അപ്പം അത് പറഞ്ഞുകൂടാത്ത വാക്കാണ് പറഞ്ഞു. അപ്പോൾ പക്ഷേ പഞ്ച് ഡയലോഗാണ്. ക്യാമറ ഓഫ് ചെയ്തിട്ട് എന്താണ് ആ വാക്കെന്ന് ഞാൻ പറയാം. അപ്പോൾ മിനി മാഡം പറഞ്ഞു, രാഹുലെ അത് പറയണ്ട. ഞാനും മിനി മാഡം തമ്മിൽ എല്ലാ വിഷയത്തിലും അടിയാണ്. പക്ഷേ അപ്പോൾ ആൻ്റണി പെരുമ്പാവൂർജി അടക്കമുള്ളവരുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു അത് ശരിയാണ്, പഞ്ച് ഡയലോഗൊക്കെ തന്നെയാണ്, തിയേറ്ററിൽ കൈയടിയൊക്കെ വരും. പക്ഷേ നാളെ ജെനുവിൻലി പരാതി കൊടുക്കുന്ന കുട്ടികൾക്കും ആ വാക്ക് വെച്ച് അവരെ മോശമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞൊരു സാധനം. അതിനുശേഷം ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേവരെ ആ വാക്ക് പൊതുമാധ്യമങ്ങളിലോ മാധ്യമങ്ങളിലോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കാര്യം ദൂരവ്യാപകമായ നെഗറ്റീവ് അതുണ്ടാക്കും. ഇപ്പം കുന്തി എന്തുകൊണ്ടാണ് തെറ്റ്? നാളെ ഇത് കാണുന്ന കോളേജിലെ കുട്ടി കൂടെ പഠിക്കുന്ന പെൺകുട്ടിയെ ഇതേപോലെ ദ്വയാർത്ഥ പ്രയോഗം വെച്ച് വിളിക്കുകയും ഏതെങ്കിലും ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം നെഗറ്റീവുകൾ നമുക്ക് വേണ്ട. അപ്പം എല്ലാവർക്കും തെറ്റുപറ്റാം. എനിക്കങ്ങനെ ഒരുപാട് തെറ്റുപറ്റി കണ്ടിന്യൂസ്ലി ആൾക്കാർ ശരിയാക്കുന്നതാണ്. ആ ശരിയിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. ആൾക്കാരുടെ പോസിറ്റീവ് കാണണം. യേശു ക്രിസ്തുവിൻ്റെ ഒരു വലിയ അതാണ് ഗാന്ധിജിയൊക്കെ എടുത്തിരിക്കുന്നത്. ഹെയ്റ്റ് ദ സിൻ നോട്ട് ദ സിന്നർ. നിങ്ങൾ പാപത്തെയാണ് എതിർക്കേണ്ടത്, പാപിയെയല്ല. നിങ്ങൾ തെറ്റിനെയാണ് എതിർക്കേണ്ടത്, ആ വ്യക്തിയെ അല്ല. ആ നിലപാടിൽ നമുക്കെല്ലാം ശരിയാവാം. എൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും തെറ്റ് കാണും, കുറച്ചുകൂടെ റിഫൈൻഡ് ആകുന്നുണ്ടാകും. താങ്കളടക്കമുള്ള മാധ്യമങ്ങളിൽ നടക്കമുള്ള വിമർശനങ്ങളെയും ഞാൻ ശരിയാക്കുകയും ചെയ്യും. അതേപോലെ പുരുഷന്മാർക്ക് ഈ മെൻസ് റൈറ്റ് കമ്മീഷൻ അവരുടെ ഒരു റൈറ്റിന് നിലനിൽക്കാൻ വളരെ ആവശ്യമാണ്. ആ ആവശ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് എല്ലാവിധ പിന്തുണ അർപ്പിക്കും. ഇനിയിപ്പം നിയമസഭയിൽ അവതരിപ്പിക്കാനാണ് നിയമസഭ ഞാനുള്ള എൽദോസ് കുന്നപ്പള്ളി ഡ്രാഫ്റ്റ് തയ്യാറാക്കി അത് സ്പീക്കർ ഇങ്ങനെ ഇരയായ എംഎൽഎമാരെല്ലാം കൂടുന്നുണ്ടായിരിക്കും. സപ്പോർട്ട് ചാണ്ടി ഉമ്മനോട് സംസാരിച്ചു. ശ്രീ വി ഡി സതീശനോട് ഇന്നലെ ഒരു പരിപാടിക്ക് ജിംസ എബ്രഹാമിന്റെ ബുക്ക് റിലീസിനുണ്ടായിരുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചില്ല. അദ്ദേഹത്തിന് തൊണ്ട വയ്യ, അദ്ദേഹം ഡോക്ടറെ കാണാൻ പോകുമായിരുന്നു. അടുത്ത ആഴ്ച വല്ലോ അദ്ദേഹത്തോട് ഒരു സമയം ചോദിച്ചില്ല. ഇത് നിയമസഭയിലൊക്കെ പാസ്സാക്കാൻ എളുപ്പമുണ്ടാവും എനിക്ക് തോന്നുന്നു. അറിയില്ല, സ്വകാര്യ ബില്ലായിട്ടാണ് പ്രസന്റ്. പല ആളുകൾക്കും പ്രശ്നങ്ങൾ സമാനമായ സ്വകാര്യ സാർ ഇവരെ എല്ലാമേ കൊടുക്കാൻ ഈസിയാ വഴി ഇതാ. കാര്യം വെറുതെ ഒരു സാധനം കൊടുത്താൽ മതിയല്ലോ, പിന്നെ പ്രതിപക്ഷ പാർട്ടികൾ എടുക്കും. അവിടെയാണ് ശ്രീ സുരേഷ് ഗോപിയുടെ ഒരു നന്മ നമ്മൾ സ്വീകരിക്കണം എന്ന് പറയുന്നത്. ബി ജെ പിക്കാർ കൊണ്ടുപിടിച്ചു മുകേഷ് രാജിവെക്കണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തുകയായിരുന്നു. സുരേഷ് ഗോപി ചോദിച്ചു, എന്താ മുകേഷിനെതിരെ ഏതെങ്കിലും കോടതി പറഞ്ഞു? മീഡിയക്കാരോട് ചോദിച്ച സാധനം കാണും. അത് ആ മനുഷ്യന്റെ നന്മയാണ്. ശ്രീ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ നന്മ അതാണ്. എതിർ പാർട്ടിയിൽ നിൽക്കുന്ന മുകേഷിനെ പോലും ആ വിഷയത്തിൽ നമുക്ക് എല്ലാം അറിഞ്ഞൂടെ. മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയോട് മറ്റേ റേപ്പ് ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്ത്രീ പിന്നീട് അദ്ദേഹത്തിന് ഉമ്മ അയക്കുന്നു, മെസ്സേജ് അയക്കുന്നു, പൈസ ചോദിക്കുന്നു. എന്നിട്ട് പൈസ ചോദിച്ചാൽ ആരാന്ന് ചോദിച്ചപ്പോ എന്റെ സഹോദരൻ വന്ന് എന്റെ മൊബൈൽ എടുത്ത് പൈസ ചോദിച്ചാന്ന് പറയും. അറിയില്ല എന്ന് ആദ്യം പറയുന്നു. പിന്നീട് ഇപ്പൊ ഈ ഉമ്മ അയച്ചത് അധികം ഫ്രണ്ട്സിനൊക്കെ ചുമ്മാ ഉമ്മ അയക്കുന്നതിന്റെ ഭാഗമായിട്ടായി ഇവര് 11 പേർക്ക് പരാതി കൊടുത്തു. അല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. ഈ അസോസിയേഷൻ വരേണ്ട സാഹചര്യം ഉണ്ട് എന്ന കമ്മീഷൻ വരേണ്ട സാഹചര്യം ഉണ്ടെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അങ്ങനെ കമ്മീഷൻ വന്ന് നടപ്പിലാക്കിയാൽ പല പുരുഷന്മാരും നിരപരാധിയായ പുരുഷന്മാരെ രക്ഷപ്പെടുകയും ചെയ്യും, അതിന് സംശയമില്ല. ഇവിടെ എല്ലാം എൻ്റെ ഒരു ചോദ്യം ഇപ്പോഴും ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്നു. എന്തുകൊണ്ട് കോടതി ഇത്തരമൊരു സംഭവം ഉണ്ടാവുമ്പോൾ, നമ്മളെ ഇരയാക്കുമ്പോൾ ആ സ്ത്രീക്കെതിരെ കേസെടുക്കാൻ നേരിട്ട് പോക്സോ കേസൊക്കെ നേരിട്ടെടുക്കുക? അതിനോട് അവസാന ചോദ്യത്തിൽ ഏറ്റവും മയമായിട്ട് ഇപ്പൊ എനിക്ക് ഞാനിപ്പോൾ മറ്റേ ബാർ കൗൺസിൽ അല്ലെങ്കിൽ ഞാനിപ്പം പരീക്ഷ പാസ്സായി AB ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തിയാണ്. എനിക്ക് കോടതി അങ്ങനെ വിമർശിക്കാൻ പറ്റില്ല. പക്ഷേ സാധാരണക്കാരെന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് 100% യോജിക്കുകയും അഡ്വക്കേറ്റോ ലോയറോ ഒക്കെ മാറ്റിവെക്കാം. പക്ഷേ ഇന്നും നമ്മൾ ദൈവം കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം കോടതിയാണ്. സത്യസന്ധമായി പറഞ്ഞാൽ വേറെ. അതുകൊണ്ടാണ് പ്രേയർ എന്നാണ് കോടതിയിൽ നമ്മൾ പറയുന്നത്. ദൈവം കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനുള്ള സ്ഥലം കോടതിയാണ്. കോടതികൾ കുറച്ചുകൂടെ പ്രൊആക്റ്റീവായ ഇത്തരം കാര്യങ്ങളൊരു നിലപാട് പറഞ്ഞാൽ വലിയ ഗുണമാണ്. കോടതികൾക്കും പക്ഷേ ലിമിറ്റേഷൻ എന്താ അറിയാമോ? അന്വേഷണം കഴിയട്ടെ എന്നൊക്കെ പറയും. അന്വേഷണം കഴിയാൻ 1 വർഷം എടുക്കും. അതുകൊണ്ട് കോടതികൾ കുറച്ചുകൂടെ പ്രൊആക്റ്റീവായിട്ട് ഇത്തരം കേസുകളിൽ, ഇപ്പോൾ ഉദാഹരണം അരുണിന്റെ കേസിൽ തന്നെ ഇങ്ങനെയൊക്കെ ചോദിച്ചെങ്കിലും വ്യാജ പോക്സോ എന്നൊരു വാക്കൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. അതായത് ആ വാക്കിനൊരു വലിയ പഞ്ചുണ്ട്. വ്യാജ പോക്സോ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ അത് പ്രതീക്ഷിച്ചു. കുഞ്ഞിക്കണ്ണ സാറ് ഒരു പക്ഷേ അങ്ങനെ പറയണ്ട, പ്രജുഡ്യൂസ് ആക്കണ്ട എന്ന് വിചാരിച്ചായിരിക്കും. കോടതികൾക്ക് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അവർ പറയാം, രാഹുൽ ഈശ്വരനെ പോലല്ലോ അവർ പറയുന്ന എല്ലാ വാക്കിനും വിലയും എക്സ്ട്രാ വാല്യൂ ഉണ്ട്. നമ്മൾ സാധാരണക്കാരാണ്. അപ്പോൾ കോടതികളും കുറച്ചുകൂടെ പ്രൊആക്റ്റീവായി വരണം. കണ്ണിന്റെ മുമ്പിൽ ഒരു വ്യാജ പോക്സോ കേസ് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല, ഞാൻ തമാശയ്ക്ക് പറയുകയാണെ, അരുൺ പോലും അതിനെ വ്യാജ പോക്സോ എന്ന് വിളിക്കുമെന്ന്. ഞാനിപ്പം തമാശയ്ക്ക് എവിടെയോ പറഞ്ഞു, അരുൺ എന്ന ലിബറലിന്റെ പ്രശ്നം നാളെ അരുണിനെ വെറുതെ വിട്ട അരുൺ അതിനെതിരെ ചർച്ച എടുക്കും. ഇത് പുരുഷവിരോധമാണ്, ഇത് മറ്റേ ഹെജിമണിയാണ്, സവർണ ഹെജിമണിയാണ്, വെജിറ്റേറിയൻ ഹെജിമണിയാണെന്നൊക്കെ പറഞ്ഞു. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് വ്യാജ പോക്സോ ആണെന്ന് പറയാൻ നമ്മുടെ നാക്ക് പൊങ്ങാത്തത് നമ്മുടെ ധൈര്യമില്ലായ്മയാണ്. അപ്പോൾ അത് വ്യാജ പോക്സോ എന്ന് പറയണം.
അങ്ങനെ വ്യാജ പോക്സോയിൽ പെട്ട് ആഴ്ചകളും മാസങ്ങളോളം ജയിലിൽ കിടന്ന പല ആൾക്കാരെ എനിക്കറിയാം. അവർക്കെല്ലാം വേണ്ടി വ്യാജ പോക്സോ എന്ന ആശയമെങ്കിലും ഉണ്ട് എന്ന് പറയണം. കാര്യം പിള്ളേരെ കൊണ്ട്, കൊച്ചു പിള്ളേരെ കൊണ്ട് മൊഴി പിടിപ്പിക്കുക. അവർക്ക് ഈ ഫോൾസ് മെമ്മറീസ് ഒക്കെ ഇംപ്ലാന്റ് ചെയ്യും. വളരെ ഒരു ശാസ്ത്രീയ വിഷയമാണ്. അതായത് മോളെ അങ്ങനെ ചെയ്തല്ലേ, അങ്ങനെ ചെയ്തു, അയ്യോ ഇവിടെ ചെയ്തു. ഇത് കഴിഞ്ഞ് വരുമ്പം കുട്ടിക്ക് ഫോൾസ് മെമ്മറി വരും. ഒരുതരം കൺഫാബുലേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ 3-4 വയസ്സായ അങ്ങനെ പലരെയും. അങ്ങനെ ഒരു പ്രമുഖ കലാകാരൻ, പറയാമെന്നറിയില്ല, കൊടുത്തോളൂ, കുഴപ്പമില്ല, കുട്ടിക്കൽ ജയചന്ദ്രൻ അടക്കമുള്ള ആൾക്കാർ, തീർച്ചയായിട്ടും ഞാൻ ജയചന്ദ്രനെ വിളിക്കാറുണ്ട്. 7 മാസമായിട്ട് അദ്ദേഹം ഇതേപോലെ എങ്ങനെയെങ്കിലും സുപ്രീം കോടതി പോയിരിക്കുകയാണ്. ബസന്ത് സാറാണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ, അതായത് അവരുടെ ഒരു സ്വത്ത് തർക്കവും കുട്ടിയുടെ കസ്റ്റഡിയും വെച്ചാണ്. ഇവർക്ക് കുട്ടിയുടെ കസ്റ്റഡി കിട്ടാതിരിക്കാൻ വേണ്ടി അവരുടെ തന്നെ ഒരു ബന്ധു കേസ് കൊടുത്തു. ഞാൻ ആ കാര്യം ഇടപെട്ട് ഞാൻ സംസാരിച്ചു. അല്ല, ഇത്തരം കേസുകളൊക്കെ വരുന്നത് ഇല്ല എന്ന് ഞാൻ പറയുന്നു. എത്ര സിനിമ പോയി. ഇത്തരം കേസ് അദ്ദേഹത്തിന് അറിയാം, പറയുന്നോണ്ടെന്നല്ല, അദ്ദേഹത്തിന് വീട്ടിലാരും ഇല്ല, അച്ഛനും അമ്മയും ഇല്ല, ഫാമിലി ഒന്നുമില്ല. അല്ല, ഇത്തരം കേസുകൾ ഒത്തിരി വരുന്നത് പത്രങ്ങളിൽ. ഈ ഇടയ്ക്ക് പത്രങ്ങൾ ഒരു പേര് മാറ്റിയടിച്ചു, മണികണ്ഠൻ ആചാര്യയുടെ. മനോരമ പോലത്തെ വലിയൊരു പത്രമാണ് പേര് മാറ്റിയടിച്ച്. മണികണ്ഠൻ എൻ്റെ അടുത്ത് വന്ന് ഇന്റർവ്യൂ പറഞ്ഞാണ്, ആ മണികണ്ഠൻ വേറെ ഒരു പെണ്ണ് കേസിലാപ്പെടുന്നെങ്കിൽ വീട് വരെ നഷ്ടപ്പെട്ടു, കുടുംബം വരെ നഷ്ടപ്പെടും. ആ പത്രം മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ല. അതും ചോദ്യം ചെയ്യണം രാഹുൽ. അതൊക്കെ അപ്പൊ മാധ്യമങ്ങളെ ചോദ്യം ചെയ്യാൻ രാഹുലിന് ഭയം വരും. അത് മനോരമ പോലത്തെ ഒരു പത്രമാണ് എഴുതിയത്. സെൻസ് ഓഫ് ബാലൻസ് മതി. അവിടെയാണ് പുരുഷൻ ഒരു ഫൈറ്റിംഗ് സ്പേസ് കൊടുക്കൂ. ഒരു ഫൈറ്റിംഗ് സ്പേസ് എങ്കിലും പുരുഷന് കൊടുക്കൂ. ഇല്ലെങ്കിലേ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഈ അതുൽ സുഭാഷിനെ പോലെ പലരും ആത്മഹത്യ ചെയ്യും. അതുൽ സുഭാഷ് എന്നൊരു ടെക്കി ആത്മഹത്യ ചെയ്താണല്ലോ ഇപ്പോൾ സുപ്രീം കോടതി പോയത്. ഇയാളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് കുട്ടിയെ കാണാൻ സമ്മതിക്കുന്നില്ല. അവസാനം ഇയാൾ മടുത്ത് വീഡിയോ ഉണ്ടാക്കി ആത്മഹത്യ ചെയ്യാണ്. ആ അവസ്ഥയിലേക്ക് ഈ നാട്ടിലെ പുരുഷനെ എത്തിക്കരുത്. ഒരു കാര്യം കൂടെ പറഞ്ഞു, നമ്മുടെ സമയമായിട്ട് കൺകൂടി, ഒറ്റ കാര്യം മാത്രം. ഇതിന് നമുക്ക് അതിന്റെ പെയിൻ മനസ്സിലാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുരുഷൻ, അച്ഛനാകാം, സഹോദരനാകാം, മകനാകാം, സ്ത്രീകൾക്ക് ഭർത്താവാകാം, സുഹൃത്താകാം, ആരെങ്കിലും ഒരാളെ മനസ്സിലാലോചിക്കുക. അവരൊരു വ്യാജ കേസിൽ 1 ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയോ ജയിലിൽ കിടക്കുന്ന ആലോചിക്കുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ പൊള്ളലുണ്ടാവുന്നത്. നമ്മൾ കിടക്കുന്നതിനെക്കാട്ടി കൂടുതൽ വേദന ഉണ്ടാവുന്നത്. കാര്യം ഹെൽപ്ലെസ് ആയിട്ടൊരു വ്യാജ കേസിൽ കിടക്കുമ്പോൾ അത് ജീവിതം മുഴുവൻ ആത്മാവിലൊരു സ്കാറാണ്, ആത്മാവിലൊരു മുറിവായിട്ട് അവർക്ക് കിടക്കും. അവരുടെ കോൺഫിഡൻസ്, അവരുടെ സംസാരം, നാളെ ആരെങ്കിലും ഈ വിഷയം മെൻഷൻ ചെയ്താൽ ബലൂൺ പൊട്ടുന്നത് പോലെ അവന്റെ ആ ആത്മവിശ്വാസവും മറ്റും പൊട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ഡിഫൻസ്, അതാണ് യൂത്ത് കമ്മീഷൻ. അതിന് എല്ലാവിധ സപ്പോർട്ടും തരണം. അങ്ങയുടെ ചാനലും 12 ടോക്സ് പോലുള്ള ചാനലും ഒരു പോൾ നടത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. തീർച്ചയായിട്ടും നമ്മളും ആ പോൾ നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കും. ഇത്രയും നേരം സഹകരിച്ചതിൽ ഒത്തിരി നന്ദി. എങ്കിലും തെറ്റുകൾ പറ്റാറുണ്ട്, തെറ്റുകൾ തിരുത്തി തീർച്ചയായിട്ടും മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞതിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. തെറ്റുകൾ പറ്റാറുണ്ട് ഏറ്റു പറഞ്ഞതിൽ ഒരു സന്തോഷമുണ്ട്. ഇനി തെറ്റുകൾ പറ്റാതെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഹലാൽ പോലത്തെ പ്രശ്നത്തിൽ ചാടാതെ പഠിച്ചതിന് ശേഷം മാത്രം. ഒരു കാര്യം വീണ്ടും പറയുന്നത്, ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ അപ്പോൾ നമുക്ക് കാണാം, തെളിഞ്ഞില്ലെങ്കിലും നമുക്ക് തെളിഞ്ഞില്ലെങ്കിലും നമുക്ക് കാണാം. അത്ര വരെ നമുക്ക് കാത്തിരിക്കാം. ഹണി റോസിന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോൾ എന്ത് പറഞ്ഞാലും അത് എതിർത്ത് തന്നെയാണ് ഞാൻ ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നത്. താങ്ക് യു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.